ഹായ് ഓൾ, ഇറ്റ്സ് മീ ജുക്കാറ്റ്. അപ്പം ഇന്ന് ഞാൻ വയനാട്ടിലെ വൈത്തിരി ഹോളിഡേ റിസോർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് ഇവരുടെ എൻട്രൻസ് വരുന്നത്. ഇതാണ് എൻട്രൻസ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ കേട്ടോ. ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകാനുണ്ട് നമ്മളുടെ റിസോർട്ടിന്റെ റിസപ്ഷനിലേക്ക്. ഉള്ളിലേക്കും വണ്ടി അലൗഡ് ആണ്. പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്നത് ഒരു പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ അവിടെ നമുക്ക് പാർക്ക് ചെയ്യണമെന്നില്ല, കാരണം നമ്മളെ റൂം വരെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ സൈഡിലൂടെ ഇതുപോലെ ഒരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. അത് അടിപൊളിയായിരുന്നു ആ ഒരു വ്യൂ. ഇത് ഇവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം പുറത്തു നിന്നും ആൾക്കാർ വന്ന് കുളിക്കുന്നും അലക്കുന്നൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇവരുടെ റിസപ്ഷൻ ഏരിയ. നമുക്ക് ചെറിയൊരു വെൽക്കം ഡ്രിങ്കും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ കഫറ്റേറിയ അഥവാ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നായിരിക്കും തരുന്നുണ്ടാവുക. ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും ബൊഫേ ആണ് ഉണ്ടാവാറ്. പിന്നെ നൈറ്റ് നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഏതർ ഇവിടെ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ റൂമിൽ കൊണ്ട് തരും ചെയ്യും. റിസോർട്ടിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു സ്വിമ്മിംഗ് പൂളും കൂടി ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവരുടെ ഗാർഡൻ ഏരിയ. അത്യാവശ്യം വിശാലമായ ഒരു സ്പേസിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇങ്ങനെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. സോ ഇവിടെ നിന്നാണ് ഇവരെ ക്യാമ്പ് ഫയർ നടത്താറ്. ഇത് ഡെയിലി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിന് ചുറ്റുമായിട്ടാണ് കുറച്ച് സീറ്റൊക്കെ വെച്ചിട്ടുള്ളത്. ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്ലേ ഏരിയയും കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലൂടെയും ഇതുപോലെ ഒരു ചെറിയ ഒരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും ഭംഗി ഞാൻ ഫസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. അവിടെ ഒരുപാട് വലിയ വലിയ പിബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. പൂളിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ഷവർ റൂം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പൂളിൽ കളിച്ച് കഴിഞ്ഞ് വെള്ളത്തോടെ അകത്തേക്ക് പോകുന്നതിന് പകരം ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഉള്ളിലേക്ക് പോകാനും പറ്റും. ഇതാണ് ഇവരുടെ ഫസ്റ്റ് ടൈപ്പ് റൂം വരുന്നത്. ഇതിന് സുപ്പീരിയർ ഡിലക്സ് റൂം എന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ അത്യാവശ്യം ലക്ഷറി സെറ്റപ്പുള്ള റൂമാണ് കേട്ടോ. കാരണം ഇത് ജസ്റ്റ് സിംഗിൾ റൂം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം നല്ല ഒരു സെറ്റപ്പ് രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ വലിയൊരു ഫുൾ ലെങ്ത് മിററൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു 2 ഡോർ വാർഡ്രോബ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാണ് ഇവരുടെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. മുന്നിൽ തന്നെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ സൈഡിലായിട്ട് ഒരു ടേബിളും ഒരു ചെയറും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നമുക്ക് നമ്മളുടെ മെനു ബുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒരു കെറ്റിലും പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ 2 സീറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് TV യൂണിറ്റ്. നമുക്ക് ബെഡിലിരുന്ന് TV ഒക്കെ കാണാൻ പറ്റും. കൂടാതെ പുറത്ത് ഇതുപോലൊരു ബാൽക്കണി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവരുടെ സെക്കൻഡ് ടൈപ്പ് റൂം വരുന്നത്. ഇതിനെ ഡിലക്സ് വില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹാളും 2 ബെഡ്റൂമും ആണ് വരുന്നത്. ലിവിങ് റൂം എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കേട്ടോ ഇവർ കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റിൽ ഇങ്ങനെ ഒരു സോഫ കം ബെഡ് ഒരു സീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സിംഗിളായിട്ടൊരു പേഴ്സണിന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ബെഡാണ് അവർ കൊടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു TV യൂണിറ്റും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. സോ ഫസ്റ്റത്തെ ബെഡ്റൂം ഇതാണ്. നമുക്ക് ഇത് ഡിലക്സ് റൂമിൽ ഉള്ള അത്രയും
സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ബട്ട് സ്റ്റിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു. പിന്നെ നല്ല നീറ്റ് ആയിരുന്നു കേട്ടോ. റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഈ റൂമിലെ ബാത്റൂം വരുന്നത് ഇതാണ്. ചെറിയൊരു ടൈനി ബാത്റൂമാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ ഫുൾ ഒരു പാക്കേജ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ വരുന്ന ഓരോന്നും അധികം ലൈക്ക് ഒരു നോർമൽ യൂസിന് പറ്റിയ സംഭവങ്ങളായിരുന്നു. അധികം ഭയങ്കര ലക്ഷറി ടൈപ്പൊന്നും ആയിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു സ്ലൈഡിങ് ഡോർ വരുന്നൊരു വാർഡ്രോബ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാർഡ്രോബ് നമ്മുടെ ഡിലക്സ് റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയ സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് റൂമിലേക്ക് പോവാം. ഇതും സെയിം ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു കളർ ഡിഫറൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സെയിം ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ സെയിം ആയിട്ട് വരുന്നൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഫുൾ ലുക്ക്. പിന്നെ സെയിം ഒരു വാർഡ്രോബും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നേരെ പുറത്തായിട്ടാണ് ഇങ്ങനെ ഒരു ടേബിൾ ഏരിയ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കബോർഡൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു ഡൈനിങ് ടേബിളും പിന്നെ 4 ചെയറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിലക്സ് റൂമിനേക്കാളും കൂടുതൽ വില്ലകളാണ് കേട്ടോ. ഒരുപാട് വില്ലകളുണ്ട്. അതിൽ പൂള് അറ്റാച്ച് ചെയ്തിട്ടുള്ള വില്ലകളുണ്ട്. അതിനെ നമ്മൾ പൂൾ വില്ല എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഈ കാണുന്ന 2 സംഭവം അങ്ങനെയുള്ളതാണ്. സോ അതിൻ്റെ ആർക്കിടെക്ചർ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടി പുറത്തുനിന്നാണെങ്കിൽ നോക്കുമ്പോഴും കുറച്ചും കൂടി ലക്ഷൂറിയസ് ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മറ്റൊരു പൂൾ വില്ലയാണ്. ഇത് ഡിലക്സ് വില്ലയാണ്. ഇവിടെ ഒരുപാട് കോട്ടേജസ് ഉണ്ട് കേട്ടോ. 1 2 എന്നല്ല, ഒരുപാട്. നമ്മൾ എത്ര നടന്ന് കണ്ടാലും തീരാത്ത അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് തീരെ മെയിൻ്റനൻസ് ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണം പല സാധനങ്ങളും തീരെ ആരും യൂസ് ചെയ്യാത്ത പോലെ ലൈക്ക് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ഒരു രീതിയിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഷട്ടിൽ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ആരും അധികം യൂസ് ചെയ്യാറില്ലാന്ന് തോന്നുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ട് കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാർബക്യൂ ഹട്ട് എന്ന് പറഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു സീറ്റിൻ്റെ നടുക്കായിട്ടൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ടും കൂടെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ലോട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.